ഹായ് ഓൾ, വെൽക്കം ടു കോഡിഗോ ദ കോഡിംഗ് ഹബ്. നമ്മൾ ഇന്ന് കുറച്ച് ലൂപ്സിന്റെ ട്രിക്സ് കാര്യങ്ങൾ പഠിക്കുകയാണ്. ട്രിക്സ് എന്നല്ല, നിങ്ങൾ തന്നെ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ചില കോഡുകൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട് ലൂപ്പിന്റെ. അങ്ങനെയുള്ള കുറച്ച് കോഡുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാടൊന്നുമില്ല, നമുക്ക് വരും വഴിയിൽ ഓരോന്നോരോന്നായി ഡിസ്കസ് ചെയ്യാം. അതിലൊന്ന് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ABCD is equal to a list. Okay, A for A in range ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും 1 to 10. അതായത് ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ ഒരു ലൂപ്പ് എന്നൊക്കെ എഴുതിയിട്ടുള്ള പരിപാടി കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ എഴുതാൻ പറ്റും, ഇത് പോസിബിൾ ആണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എനിക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റിൻ്റെ അകത്ത് എലമെന്റ്സ് 1 to 10 ആയിരിക്കണം, അല്ലെങ്കിൽ 2 4 6 8 9 2 4 6 8 10 12 അങ്ങനെയുള്ള ഇരട്ട സംഖ്യ ആയിരിക്കും. ഓക്കെ, സോറി, 2 തൊട്ടിട്ട് 20 വരെയുള്ള എല്ലാ ഇരട്ട സംഖ്യകളും ആഡ് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. നോർമലി നിങ്ങൾ എന്താ ചെയ്യുക, ഒരു എം ടി ലിസ്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ABCD ആണെങ്കിൽ ABCD ഒരു എം ടി ലിസ്റ്റ്, എന്നിട്ട് നിങ്ങളൊരു ഫോർ ലൂപ്പ് ഇടും, ഫോർ I in range അല്ലെ, എന്നിട്ട് നിങ്ങൾ 1 to 21 കൊടുക്കും. ഓക്കെ, എന്നിട്ട് മേ ബി ഡയറക്ട്ലി ഇവിടെ കൊടുത്താൽ മതി, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. 2 to 21 2 റേഞ്ചിന്റെ അറിയാലോ, എന്താ അത് 2 21 2, ലാസ്റ്റ് 2 എന്താ സ്റ്റെപ്പ് വാല്യൂ ആണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ABCD ഡോട്ട് അപ്പൻഡ് I അപ്പൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്നും ഈ റേഞ്ച് എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയാത്തവർ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്യണേ, ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ, ബിക്കോസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും സമയങ്ങളെ നിൽക്കുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് പ്രിന്റ് ABCD കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് അവിടെ ആയിട്ടുണ്ടാവും. ഓക്കെ, 2 to 20 വരെയുള്ള 2 4 6 8 എല്ലാ എലമെന്റ്സും ആഡ് ആയിട്ടുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ എന്താ ചെയ്തത്, സിമ്പിൾ ആയിട്ട് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഫോർ ലൂപ്പിൽ എന്തിനാ ഇറ്ററേറ്റ് ചെയ്യുന്നത്, റേഞ്ചിന് അല്ലെ. റേഞ്ച് എന്ന് പറയുന്ന കളക്ഷൻ ഐറ്റത്തിനാണ് ഇറ്ററേറ്റ് ചെയ്യുന്നത്. സോ റേഞ്ചിന്റെ എലമെന്റ്സ് കൊടുത്തു, 2 to 20 കൊടുത്തു, സ്റ്റെപ്പ് വാല്യൂ 2 കൊടുത്തു. അപ്പൊ 2 4 6 8 അത് തന്നെയാണ് റേഞ്ചിന്റെ അകത്ത് വാല്യൂ വരിക. അതിനെ ഇറ്ററേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഓരോ എലമെന്റ് എടുത്തിട്ട് വരുന്ന ഓരോ എലമെന്റ് എടുത്തിട്ട് നമ്മുടെ എം ടി ലിസ്റ്റിനകത്തേക്ക് അപ്പൻഡ് ചെയ്യുന്നു. ABCD എന്ന് പറഞ്ഞൊരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എം ടി ലിസ്റ്റിലേക്ക് ഓരോ വാല്യൂ എടുത്തിട്ട് അപ്പൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതാം. എന്ത് ചെയ്താൽ മതി ചോദിച്ചാൽ ABCD ഈസ് ഈക്വൽ ടു ലിസ്റ്റ് ഇടുക. ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ തന്നെ എഴുതാം A ആണ് നമ്മുടെ എലമെന്റ്, ലിസ്റ്റിലേക്ക് ആഡ് ആവുന്ന എലമെന്റ് A ആണ്. ഓക്കെ, അല്ലെങ്കിൽ I, സിംപ്ലി I, നമ്മൾ മുകളിൽ ലൂപ്പ് കൊടുത്ത അതേപോലെ I. പക്ഷെ I എന്താ, ഫോർ I in range 2 21 2. That's it. Done. Print ABCD. That's it. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും ലൈൻസിൽ എഴുതുന്നതിന് പകരം ജസ്റ്റ് സിംഗിൾ ലൈൻസിനാണ്. രണ്ട് സെയിം ആ, നിങ്ങൾക്ക് റൺ ചെയ്താൽ കാണാൻ പറ്റും. എക്സാക്ട്ലി സെയിം. സോ ഒന്നുമില്ല, ABCD എന്ന് പറഞ്ഞ ലിസ്റ്റ്, അതിനുള്ളിലത്തെ എലമെന്റ് നമ്മൾ അതിനുള്ളിൽ തന്നെ എഴുതുന്നു. I ആണ് അതിൻ്റെ അകത്ത് എലമെന്റ്. പക്ഷെ I എന്താ, ഫോർ I in range 2 21 2. ഒരു ഫോർ ലൂപ്പ് അങ്ങനെ എഴുതാം. ഇത് നമുക്ക് അറിയുന്നില്ലേ, ഫോർ I in range. ഇത് തന്നെ സെയിം, ഈ സ്റ്റേറ്റ്മെന്റ് എക്സാക്ട്ലി സെയിം സ്റ്റേറ്റ്മെന്റ്. I നമ്മൾ അവിടെ ജസ്റ്റ് കൊടുക്കുന്നു, അപ്പൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അവിടെ I അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ദിസ് ഇസ് എ ഷോർട്ട് ഹാൻഡ്. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനെ കോഡ് കണ്ടു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ അടിക്കേണ്ട, സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടെന്നിരിക്കും. ഓക്കെ, സോ സാമ്പിൾ ലിസ്റ്റ് ഓൾറെഡി ഉണ്ട്. സം റാൻഡം എലമെന്റ്സ് 2 5 7 9 10 ഇങ്ങനെ ഒരു സാമ്പിൾ ലിസ്റ്റ് ഉണ്ട്. എനിക്കൊരു പുതിയ ലിസ്റ്റ് ഞാൻ ഇതങ്ങ് റിമൂവ് ചെയ്യണേ. ഓക്കെ, ഓൾറെഡി ചെക്ക് ചെയ്താണ്. ഓക്കെ, സാമ്പിൾ ലിസ്റ്റ് ഉണ്ട്. എനിക്കൊരു ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ആവണം. ആ ന്യൂ ലിസ്റ്റിൽ ഈ പഴയ ലിസ്റ്റിന്റെ എലമെന്റ്സിന്റെ സ്ക്വയർ കിട്ടണം. അതായത് 2ന്റെ സ്ക്വയർ 4, 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100 അങ്ങനെ കിട്ടണം. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്താൽ ഒരു ഫോർ ലൂപ്പ് എഴുതി ഓരോ വേരിയബിൾ ആയിട്ട് എടുത്ത് അതിന്റെ സ്ക്വയർ കണ്ടും പുതിയ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ,
വാല്യൂ എന്ന് പറയുന്നത് എ അല്ലെങ്കിൽ ഐ whatever ഐ സ്ക്വയർ ആണ്. ഓക്കെ, ഒന്നുകിൽ ഐ ഇൻറ്റു ഐ കൊടുക്കാൻ നിൽക്കാം, ഐ ഇൻറ്റു ഐ ആണ് വാല്യൂ. ഓക്കെ, ഫോർ ഐ ഇൻ റേഞ്ച് റേഞ്ച് അല്ല, ഫോർ ഐ ഇൻ ഓൾറെഡി ഉള്ള സാമ്പിൾ ലിസ്റ്റ്. സാമ്പിൾ ലിസ്റ്റ്. ഇതിന്റെ അർത്ഥം എന്താ? ഫോർ ഐ ഇൻ സാമ്പിൾ ലിസ്റ്റ് പറഞ്ഞാൽ എന്താ? ഓരോ വാല്യൂ ആയിട്ട് വരും ഐയിലേക്ക് അല്ലെ. 2 ആദ്യം 2 വരും, പിന്നെ 5 വരും, പിന്നെ 7 വരും അല്ലെ. നമ്മൾ എന്ത് പറയുന്നു? ഐ ഇൻറ്റു ഐ ആണ് ഇന്നത്തെ വാല്യൂ. ജസ്റ്റ് ആ ലിസ്റ്റിന്റെ വാല്യൂ ഐ ഇൻറ്റു ഐ ആണ്. സിംപ്ലി പറയുന്നു ഐ ഇൻറ്റു ഐ ആണ്. ദാറ്റ്സ് ഇറ്റ്. പ്രിന്റ് ന്യൂ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. നമ്മൾ വേറെ ഫോർ ലൂപ്പ് എഴുതി അതിൻ്റെ അകത്ത് അപ്പൻഡ് ചെയ്ത് സ്ക്വയർ കണ്ടുപിടിച്ച് ഫോർ ലൂപ്പ് എഴുതി അപ്പൻഡ് ചെയ്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഒരു സിംഗിൾ ലൈൻ. ഓക്കെ, സോ 4, 25, 49, 81, 100. ഷോർട്ട് ഹാൻഡ്, റൈറ്റ്? വെരി യൂസ്ഫുൾ. ഇനി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോ ഇതേ പ്രോബ്ലം എടുക്കാം. സോ ഐ എം ജസ്റ്റ് റിമൂവിങ് ദിസ്. ഓക്കെ, ഈ ലിസ്റ്റിന്റെ നമ്പേഴ്സ് കീ ആയിട്ടും ഇതിന്റെ സ്ക്വയർ വാല്യൂ ആയിട്ടും കിട്ടണം. അതായത് ആ ഒരു ഡിക്ഷണറി, ആ ഡിക്ഷണറിനകത്തെ കീ എന്ന് പറയുന്നത് 2, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4, അതിന്റെ സ്ക്വയർ. കീ എന്ന് പറയുന്നത് 5, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ 25. 7 എന്ന് പറയുന്നത് കീ, അതിന്റെ വാല്യൂ 49 എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ. ഇങ്ങനത്തെ ഒരു ഡിക്ഷണറി, അതായത് ഡിക്ഷണറി സംതിങ് ഇങ്ങനെ, ഇത് ഇങ്ങനത്തെ ഒരു സാധനം ക്രിയേറ്റ് ആവണം. അതായത് 2 കീ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4. ഓക്കെ, 5 എന്ന് പറയുന്ന കീ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25. ഓക്കെ, 7 എന്ന് പറയുന്ന കീ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 49. ഇതുപോലെ ഇത് പ്രോഗ്രാമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സാധാരണ വഴിയിൽ ആദ്യം ചെയ്യാം. ആദ്യം ഫോർ ലൂപ്പ് ഇടും അല്ലെ. ഫോർ ഐ ഇൻ സാമ്പിൾ ലിസ്റ്റ് അല്ലെ. എന്നിട്ട് പുറത്ത് എന്ത് വേണം? ആദ്യം ഡിക്ഷണറി വേണം അല്ലെ. സോ ABCD ഒരു ഡിക്ഷണറി ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫോർ ഐ ഇൻ സാമ്പിൾ ലിസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? ABCD ഓഫ് ഐ ഈക്വൽ ടു അതിന്റെ സ്ക്വയർ അല്ലെ, ഐ ഇൻറ്റു ഐ അല്ലെ. ഇങ്ങനെ എഴുതിയിട്ട് പുറത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രിന്റ് ABCD കൊടുക്കാം. അല്ലെങ്കിൽ അല്ലെ, ഇങ്ങനെയല്ല നമ്മൾ നോർമലി ചെയ്യാറ്. അങ്ങനെ മതി. 2, 4, 5, 25, 7, 49, 9, 81, 10, 100 അല്ലെ. ABCD ഓഫ് ഐ, അതിന്റെ കീ ഈക്വൽ ടു അതിന്റെ വാല്യൂ ആണെന്ന് പറഞ്ഞു കൊടുത്തു. ഇത് നമുക്ക് എങ്ങനെ ഷോർട്ട് ആയിട്ട് ചെയ്താം? ABCD ഡിക്ഷണറി കൊടുത്തു, ABCD ഈക്വൽ ടു ഡിക്ഷണറി ആണെന്ന് പറഞ്ഞു കൊടുത്തു. കീ എന്താ? ഐ കോളൻ വാല്യൂ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഐ ആണ്, ഐ സ്ക്വയർ ആണ് വാല്യൂ. എന്തായി? ഫോർ ഐ ഇൻ സാമ്പിൾ ലിസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഡൺ. പ്രിന്റ് ABCD കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി രണ്ട് ലൈനിൽ സംഭവം തുറന്നു. എക്സാക്ട്ലി സെയിം സാധനം. യു ഗോട്ട് ഇറ്റ്. Got it. So this is a shorthand. ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. Okay. So hope you got the idea clearly. അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ എഴുതാൻ പറ്റും. ഇതിന് നമുക്ക് ഈ അനോണിമസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ലാംഡ ഫംഗ്ഷൻ അല്ലേ. ഞാൻ അത് വെച്ചിട്ട് എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളൊരു ലാംഡ ഫംഗ്ഷൻ എഴുതും എഫ്. ഓക്കെ, ലാംഡ എ എന്താ? എ ഇൻറ്റു എ ആണ് ലാംഡ ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഡയറക്ട്ലി ഒരു പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നായിരിക്കും. ഓക്കെ, ന്യൂ ലിസ്റ്റ് ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് തന്നെ എഫ് ഓഫ് എ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അതായത് ലാംഡേറ്റ് എന്താ ചെയ്യുന്നത്? എ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് അല്ലേ. എഫ് ഓഫ് എ ഫോർ എ ഇൻ സാമ്പിൾ ലിസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഡൺ. ഇത് കൺഫ്യൂസിങ് ആവുന്നുണ്ടോ? ഒന്ന് ജസ്റ്റ് ഇത് ചോദിക്കാൻ മതി. ഈ ലിസ്റ്റിലെ എലമെന്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്. എഫ് എന്താ? ലാംഡ ഫംഗ്ഷൻ എന്താ വരുന്നത്? എ ഇൻറ്റു എ അല്ല, ഒരു വാല്യൂ കിട്ടി കഴിഞ്ഞാൽ എ ഇൻറ്റു എ. ഇപ്പൊ എ ക്യൂബ് ആണെങ്കിലോ എ ഇൻറ്റു എ അല്ലെങ്കിൽ എ ഇൻറ്റു എ 4 അതിന്റെ എ റേസ് ടു 4. ഓക്കെ, അതാണ് എഫ് ഓഫ് എ. ആ എ എന്താ? ഫോർ എ ഇൻ സാമ്പിൾ ലിസ്റ്റിലെ ഒരേ എലമെന്റ് ആയിട്ട് എടുക്കും. ദാറ്റ്സ് ഇറ്റ്. സോറി, കുറച്ച് ജലദോഷം പിടിച്ചിട്ടുണ്ട്. പ്രിന്റ്
ന്യൂ ലിസ്റ്റ് കൊടുക്കാം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. എല്ലാ വാല്യൂനും സി 2ന്റെ 2⁴ എന്ന് പറയുന്നത് 16 ആണ്. 5⁴ എന്ന് പറയുന്നത് 625 ആണ്. 7⁴ എന്ന് പറയുന്നത് 2401 ആണ്. യു ഗോട്ട് ദ വാല്യൂ റൈറ്റ്. സോ ഇങ്ങനെ നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇത് ലിസ്റ്റിലും ഡിക്ഷണറിയിലും മാത്രമല്ല, ടപ്പിളിൽ എഴുതാം, സെറ്റിൽ എഴുതാം. ഓക്കെ, ഇറ്റ്സ് പോസിബിൾ. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.